ആളെന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആളുടെ പിന്നാലെ ആളുകളൊക്കെ വരിവരിയായിട്ട് പോണെങ്കിൽ കൂട്ടുകാരൻ എന്തിനാ പരിപാടിച്ചാ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കാലത്ത് തന്നെ ഇറങ്ങിട്ടോ. ഇന്നത്തെ എൻ്റെ യാത്ര തുടങ്ങാണ്. ഒരു ഹൈവേയിലുണ്ട്. ഇന്നലെ പോയ ഹൈവേ തന്നെ. അത് കണ്ടാ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ബൈക്ക് ഞാൻ കട്ടിയല്ല ഒരു മിനിറ്റ്. സമയം ഒരു 10 മണിയായി. ഇന്ന് ഇറങ്ങിയപ്പോൾ നേരെ വൈകിച്ചേ. നമ്മളല്ലെങ്കിൽ നേരെ വൈകി ഇറക്കാറ്. എന്ത് ചെയ്യാല്ലേ. എന്നാലും ഇന്നത്തെ യാത്ര തുടങ്ങാം. ഞാൻ ഇച്ചിരി കുക്കുംബർന്ന് മറ്റേ സാധനമില്ല, അത് തണ്ണിമത്തനൊക്കെ തിന്നിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ കിട്ടിയത് തിന്നില്ലായിരുന്നു. ഇല്ലതല്ലേ 2 വർഷമൊക്കെ തിന്നിട്ട് ഇരിക്കുകയായിരുന്നു തടല് കൊണ്ട്. എന്തായാലും യാത്ര തുടങ്ങാം. ഏത് പോട്ട് അങ്ങനെ എന്നതാ കാഴ്ചകൾ തേടി ഇറങ്ങിയിട്ടാ. എന്തിട്ടാണ് കാഴ്ച ഇന്ന് എഞ്ചിൻ ഓയിൽ നോക്കണം. എഞ്ചിൻ ഓയിൽ എന്തോരം നോക്കണം. മധ്യപ്രദേശിലൊരു ഉൾവഴി കണ്ടപ്പോ ചുമ്മാന്ന് കയറി നോക്കിട്ടാ. ഹൈവേ കൂടെ വീട്ടൊന്നും കാണാനില്ല. എന്തെങ്കിലും ഒരു കാഴ്ച കിട്ടുമോ നോക്കിയിട്ട് കയറിയതാ. എന്തിനാ പോയോക്കാം. കിട്ടില്ല വഴി. ആൾക്കാരൊക്കെ പണിക്കോണു. ഇങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷിയാണോ. ഏക്കറണക്കിന് കൃഷി തന്നെയാണ്. അടിപൊളി ഗ്രാമട്ടാ. അവിടെ പകുതി വെച്ച് വഴി കയറുന്നു. ഞാൻ തിരിച്ചു. അയ്യോ, അവിടെ കല്യാണം നടക്കണ്ടായി. അങ്ങോട്ട് കയറി ചെത്തില്ല. പോണ വഴിക്കാണ്ടാടാ വെളുത്തുള്ളി പാടാണ് കാണണേ. വലിയ ഏക്കറണക്കിനുള്ള പാടാ. എന്റെ മോനെ ജസ്റ്റ് പോയി നോക്കാം. അപ്പൊ അയാളോട് ചോദിച്ചോക്കാം. ഒരു വീഡിയോ എടുത്ത് പറയാൻ. അതെ, ആളാണ് ഇതിന്റെ ആള്. അപ്പൊ ആളോട് ചോദിച്ചു. അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. വീഡിയോ എടുത്തോടെ വെച്ചപ്പോ ആള് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. എന്റെ മോനെ പൊള്ളി. ആളുടെ വേറെ ചോദിക്കാം. അത് എന്തിട്ടാന്ന് ചോദിക്കാം. ഭയ്യാ ക്യാ ഹേ? ലസുൽ 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 ഈ സംഭവം വെളുത്തുള്ളി കേട്ടോ. മഹാരാഷ്ട്രയിലോ അല്ല, മധ്യപ്രദേശിലാണ് ഇപ്പോൾ വെളുത്തുള്ളി കേട്ടോ. ഇവിടെ നിന്ന് വെളുത്തുള്ളി കയറി തന്നെ. ഇവിടെ ആൾക്കാരിന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒമ്പമ്പോ പൊള്ളി ഏക്കറണക്കിനുണ്ട്. അറ്റം വരെ ഉണ്ട്. ഓ പൂര ലസുൽ. പകുതി വരെ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി. ആ പച്ചപ്പ് കാണല്ലേ, അത് മറ്റേ നേരത്തെ പറഞ്ഞില്ലേ ആട്ട, ആ സംഭവമാണ് കൃഷി ചെയ്താണ്. ഇവിടെ നിന്ന് ആ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അത്ര വരെ മാത്രം വെളുത്തുള്ളി ഉള്ളൂ. ആ അറ്റം വരെ വെളുത്തുള്ളിയാണ്. പകുതി മറ്റേ ഇത് ആട്ട. അമ്പോ അടിപൊളി ഒരു കാഴ്ച. പുതിയൊരു അറിവ് കിട്ടിയില്ലേ സംഭവം. ഇപ്പം വെളുത്തുള്ളി ഇതൊക്കെ വരുന്നത് മധ്യപ്രദേശിൽ നിന്നാട്ടാ. അമ്പോ സംഭവം എന്തായാലും പൊളിച്ചു. എനിക്കിതൊരു പുതിയ അറിവാട്ടാ. ഇവിടെ മറ്റേ വെയിലും തണുപ്പും കൂടിയായി ചുണ്ടങ്ങട് വലിയണു, വായ ഒട്ടണു, പറയാൻ പറ്റുള്ള. അയ്യോ, ആള് നല്ലൊരു പണിയാട്ടാ. എന്നോട് കഴിച്ചിട്ട് പോയാൽ പോയത് ഇതൊക്കെ ഇരിക്കേണ്ടത്. എന്നിട്ട് മറ്റേ ചപ്പാത്തിയൊക്കെ റൊട്ടിയൊക്കെ ഇരിക്കേണ്ടത് അത് കഴിച്ചിട്ട് പോയാൽ പോയത് ഒരാളെന്നോട്. അയ്യോ, എന്തായാലും സെറ്റപ്പ്. ഇവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടാ. അങ്ങനെ ആളെനിക്ക് ഫുഡൊക്കെ തന്നു. ചപ്പാത്തി ഇതൊക്കെ ആള് ഉണ്ടാക്കണതാ. ആളുടെ വണ്ടി കേട്ടാ. ആളാട്ടാ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ. എൻ്റെ മോനാ കേട്ടാ തോട്ടാട്ടാ. എൻ്റെ ഉടമസ്ഥനെ കാണാൻ ലുക്കില്ലാന്നുള്ളൂ. കൊടുക്കുന്നത് കാശായിരിക്കും വരില്ലേ. ഓക്കെ, അതാ ആളെന്തോ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഫുഡൊക്കെ അടിച്ചു. ഞാൻ ഇവിടെ നിന്ന് പതുക്കെ തിരിക്കാനുള്ള പരിപാടിയാ. അപ്പോൾ ആളോടൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റൂ. എൻ്റെ മോനെ രക്ഷയില്ല. അടിപൊളി. എൻ്റെ മോനെ ഞാൻ പോയി ഇപ്പം കണ്ടതാട്ടാ. ആട് ചെമ്മരിയാട് ഇവരാടാ ആട് കേട്ടോ. ഞാനോട് പറഞ്ഞ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി അവരെ. അപ്പോൾ ഒരു ചായ ഒക്കെ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചായ എടുത്തിട്ടുണ്ട്. ഏതാണ് ആട്. അയ്യോ ഓ ക്യാ ബോലാ ഹിന്ദി? ഓ അതാ പറഞ്ഞു. എനിക്ക് ഹിന്ദി അറിയാൻ പാടാത്തോണ്ട് ഞാൻ ചോദിച്ചതാ. വേറെ കൂട്ടം കാണിച്ചു തരാട്ടാ. ഒരു മിനിറ്റ്. അതാണ് എനിക്ക് കൗതുകം തോന്നിയേട്ടാ. ഒരു മിനിറ്റ്. നോക്കി ഒട്ടകം കിടന്നുറങ്ങണം. നോക്കി ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒട്ടകം കിടന്നുറങ്ങുന്നത്. എൻ്റെ പോലെ അടിപൊളി കാഴ്ച. അയ്യോ രണ്ടെണ്ണം വേറെ കിടന്നുറങ്ങണ്ടാ. ആള് കാലൊക്കെ മടക്കിയിട്ട് കിടന്നുറങ്ങണേ. ആള് ഡിസ്റ്റർബ് ചെയ്യണ്ട. ആളുടെ പുറത്തുനിന്ന് പൊട്ടലൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തുനിന്ന് കിടന്നു നോക്കണമെങ്കിൽ കാലൊക്കെ മടക്കിയിട്ട് അങ്ങോട്ട് പോകണല്ലോ. അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ തൊഴിച്ചാലോ പ്രോബ്ലം ഉണ്ടാവോ അങ്ങോട്ട് പോയി കഴിഞ്ഞാ. ഒട്ടകത്തിന് കണ്ടോ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണണ്ടാ. ചുള്ള കിടന്നുറങ്ങണൊക്കെ ഇവന്തൊക്കെ. അയ്യോ പൊള്ളി സാരട്ടാ. രാജസ്ഥാൻ കിतना दूर राजस्थान? से 900 किलोमीटर। हाँ, 18 किलोमीटर दिल्ली के पास। दिल्ली? हाँ हाँ,
ഓക്കെ ഓക്കെ ആള് പറഞ്ഞു കൊറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ ഒട്ടകത്തിന്റെ സംഭവം എനിക്ക് ഒട്ടക കിടന്നുറങ്ങണോട്ടോ എനിക്ക് രസം തോന്നിയേ. ചുള്ള കാലൊക്കെ മടക്കിട്ട കിടന്നുറങ്ങണേ. ഇങ്ങനെയാട്ടാ അവര് കിടന്നുറങ്ങണേ. എന്റെ അടുത്തുനിന്ന് കണ്ടോ. ഇത്ര അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ഒട്ടകത്തിനെ കാണുന്ന ഇഷ്ട. ഇത് കണ്ടിട്ട് എനിക്ക് അയ്യോ ഇത്ര വലിയ സാധനമായിരുന്നില്ല ഇത്. ഇവിടെ വേറെ അടുത്ത കിടന്ന് ഉറങ്ങണ. അയ്യോ കാലൊക്കെ മടക്കിട്ട് കിടന്നുറങ്ങണേ. ചാടി എടുത്ത് ഇരിക്കണ്. അയ്യോ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ചതൊക്കെ എനിക്കിത് കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി. അയ്യോ പൊള്ളി സാധനം. ഒട്ടകം മാത്രല്ല അവിടെ ആടുണ്ട്, ചെമ്മരി ആടാ കൊണ്ട് കണ്ടിട്ട്. അമ്പോ പൊള്ളി സാധനം ഇഷ്ട. കാഴ്ചകൾ കൂടി വന്നു തുടങ്ങിട്ടാ. സംഭവം നമ്മൾ വിചാരിച്ചല്ല സെറ്റപ്പ്. എനിക്കൊരു ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാ, ചായ കുടിക്കാൻ വെച്ചു. കയ്യൊക്കെ ആകെ മുരി ഇഷ്ടം. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറ്റുള്ള. ഭയങ്കര വെയിലും തണുപ്പൊടി. കയ്യൊക്കെ ആകെ മുരി പോലെ. ഇത് ഇതിന്ന് കറന്നെടുത്താ പാലായിക്കട്ടോ. ഒറിജിനല് പാലായിരിക്കും ഇത്. അമ്പോ ഇവരെ ആട് കണ്ട. ആളെന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആളുടെ പിന്നാലെ ആടുകളൊക്കെ വരിവരിയായിട്ട് പോണെങ്കിൽ എന്റെ മോനത് ആടൊക്കെ പോണു. ആളെന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോ എന്റെ മോനെ ആളെന്തോ സൗണ്ട് ഉണ്ടാക്കണ്ടാ. കണ്ട ഒമ്പോ പുതിരറ് ആളാ സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആടൊക്കെ പോണ്. ആടിന്റെ രോമ കിടക്കണ നോക്കി. ഇവരെന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആടുകുഞ്ഞ കിടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പൊ പറ്റണമായിരിക്കുള്ളൂ ഇവര് ഇങ്ങനത്തെ കൃഷി ചെയ്യാൻ സെറ്റപ്പ്. ഈ കാണുന്ന പോകുന്നുണ്ടാ ഒട്ടകത്തിന്റെ കാട്ടം. ഞാൻ ആദ്യമായിട്ട് കാണണേ. അയ്യോ കണ്ടപ്പോ ഒരു കൗതുകം. നിങ്ങൾ കണ്ടാളീ കണ്ടോട്ടെ ചേർത്ത്. ഈ ബാഴ തോട്ടാ പോണ വയ്ക്കേണ്ടതാ. ഞാൻ ആളുടെ വീഡിയോ എടുത്തോട്ട് ചോദിച്ചു. കോളിഫ്ലവർ ആട്ടെ കൃഷി. ഓ हिंदी में क्या बोलो? फॉर नहीं ओ फार्मिंग हिंदी कटाकुल गोभी हाँ गोभी हाँ लसन ഓ നാ ഇത് മറ്റേ വെളുത്തുള്ളി കേട്ടോ. ആ ഗാർലിക് അത് ഓക്കെ. ഗാർലിക്കാണത്. അത് നമ്മുടെ കോളിഫ്ലവർ. ഓ ഇത് ഓക്കെ. ബേങ്കൻ എന്തിട്ടാണോ? ഓ സബ്ജി എന്തോ ഇത് ഉണ്ടായി കേട്ടായിരുന്നു. സംഭവം വേറെ വെറൈറ്റി കൃഷികളുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ 2 പൂക്കൾ വെച്ചിട്ടുണ്ടല്ലോ. അതൊരു പൂവ് വെച്ചിട്ടുണ്ടല്ലോ. അതെ ഇത് വേറെ സംഭവടാ. മട്ടർ ആ പനീർ ആ പനീറിന് എന്തോ സെറ്റപ്പാട്ടാ ഈ കാണണേ. പനീർ മസാല. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണോ പനീർ മസാല ഒക്കെ? ഈ തോട്ടം ഒന്ന് അറ്റം വരെ ഉണ്ട് കേട്ടോ. അതെ അവിടെ അപ്പുറത്ത് കോളിഫ്ലവർ ഉണ്ട്. എൻ്റെ മോനെ ആദ്യമായിട്ട് കാണുന്ന സംഭവം. ഇതൊക്കെ ഒരു വെറൈറ്റി കഴിച്ചേട്ടാ. ഞാൻ അതേ ഇപ്പുറത്തുണ്ട് കേട്ടോ. മറ്റേ വെളുത്തുള്ളി അവിടെ മെയിൻ കേട്ടോ. ഇപ്പം വീണനെ വെളുത്തുള്ളിയുടെ അവിടെ മെയിനായിട്ട് കുറേ കണ്ടത് വെളുത്തുള്ളി ആട്ടയാ. പിന്നെ ഡെയിലി കണ്ടത് കോളിഫ്ലവർ, ഗോബി അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ. അങ്ങനെ തന്നെ തോന്നണ. അങ്ങനെയാണ് പറഞ്ഞത്. ഗോബി മഞ്ചൂരി എന്നൊക്കെ കേട്ടല്ലോ. അതുപോലത്തെ സെറ്റപ്പ്. ഉണ്ടായണ്ടാ. സാധനം ഉണ്ടായണ്ട ഇഷ്ട. അയ്യോ ഇറങ്ങി കാണിക്കാം ഒരു മിനിറ്റ്. അമ്പോ ഉണ്ടായിക്കണു. മറ്റേ സാധനം എന്തിട്ട് ഷോ പേര് പറഞ്ഞല്ലോ. കോളിഫ്ലവർ. അതല്ലേ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അയ്യോ ഇത് സംഭവം കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ കൃഷി രീതി നിങ്ങളെ കാണിക്കണമല്ലോ. അതുകൊണ്ട് ഇറങ്ങി എടുത്താട്ടാ. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവില്ല ഈ സാധനമൊക്കെ. കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ കൃഷി രീതി ഒന്ന് കാട്ടിയാ. ഇതൊക്കെ ഉണ്ടെന്നുള്ള കാട്ടി സെറ്റപ്പിൽ കാട്ടിയാന്നാടാ. സംഭവം പൊളി സംഭവം എന്തായാലും. ആ ബൈക്കും ഇരിക്കണ ബൈയില്ലേ ആളാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മെയിൻ. മറ്റേ പുള്ളിയോട് ചോദിച്ചപ്പോൾ ആ ബൈക്കും ഇരിക്കണ ആളോട് ചോദിക്കാനാ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആളാണ് മെയിൻ തോന്നുന്നുണ്ട്. അവൻ്റെ കിളച്ചിട്ടാണ് പാടം കണ്ട. അവിടെ ആട്ടയ്ക്കുള്ള പരിപാടി സെറ്റ് ചെയ്യുന്നതാടാ. ആട്ട, വെളുത്തുള്ളി, ഇപ്പുറത്തും വെളുത്തുള്ളി. ഇത് മറ്റേ പനീറിൻ്റെ എന്തോ സെറ്റപ്പാ. ഇതെങ്ങനെയാണോ ഇതിന്ന് പനീർ ഉണ്ടാക്കണം? എങ്ങനെയാണോ അത് ചോക്കി അറിയാൻ പാടില്ല. സ്റ്റേ ഇപ്പുറത്ത് മറ്റേ സംഭവം ബാജി. അതെന്തോ ഒരു ബാജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി അല്ലേ. ഓ നാം ക്യാ ഹേ അത്? ബേങ്കൻ ആ. ഓ മറ്റേ വഴുതനങ്ങ അങ്ങനത്തെ എന്തോ സെറ്റപ്പാടാ. ബേങ്കൻ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റിൽ പടയ്ക്കുക. എനിക്കെന്തായാലും അറിയില്ല. പക്ഷെ ഞാൻ സംഭവം കണ്ടു. എനിക്ക് തോന്നേ വഴുതനങ്ങ തോന്നണേ. കണ്ടിട്ടെനിക്കാണ് തോന്നണം വഴുതനങ്ങ. നീ സാധനം കണ്ടാ? ഇതിന് ഇവിടെ പപ്പിത്താന്ന് പറയണ്ട. പപ്പിത്ത
പപ്പിത്ത സംഭവം മാതള നാരങ്ങയാ. ചെറുതരുണ്ടായിക്കണ്ട, നമ്മുടെ അവിടെ മാതള നാരങ്ങാന്ന് പറയും, ഇവര് പപ്പിത്ത. അതാണ് ഇവിടുത്തെ ഭാഷടാ. വെറൈറ്റി ഭാഷകളാടാ. ഞാൻ ഇവരുടെ ഭാഷകളാണ് കൂടുതൽ ചോദിക്കുക. കാരണം ഇവിടെ എന്നിട്ട് പറയണതല്ലോ, നാക്കുളുക്കണു കാര്യാക്കണ്ട പ്രായത്തിൻ്റെ. അയ്യോ ഇവിടേക്കൊക്കെ ഉണ്ട് കൃഷി. അവിടേക്കൊക്കെ കളച്ചിട്ടേക്കാണ് എൻ്റെ മോനെ. വലിയ ഏക്കറാണെങ്കിലുള്ള സെറ്റപ്പാട്ടോ അവിടെ. ഇവിടെ ചെറിയ കൃഷി രീതിയൊന്നുമില്ല, വലിയ വലിയ കൃഷി രീതികളാ. നടുക്കൊരു മോട്ടറിൻ്റെ സെറ്റപ്പ്. ഒമ്പം പോവും സംഭവം. എന്തായാലും പൊളി. എന്തായാലും ഇവിടെ നിന്ന് പതുക്കെ തിരക്കാൻ നോക്കാം. കൃഷി കിട്ടിയില്ല നമുക്ക്. എവിടെ ഉണ്ടായിട്ടില്ല. ഇത് മറ്റേ ഉള്ളിയാട്ടാ. ഇത് വെളുത്തുള്ളിയല്ലാട്ടാ, ഇത് ചുവന്നുള്ളിയാ. ഇവിടെ ചുവന്നുള്ളി ഇവിടെ. അമ്പോ ഞാൻ വെളുത്തുള്ളിയാ ചുറ്റിക്കണേ, ഇവിടെ ചുവന്നുള്ളിയാണ് പടക്കണേ. അമ്പം പോവും പൊള്ളി സാധനം. ഇന്ന് നേരത്തെ കയറിട്ടാ, സമയം 4 മണി കണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്ക് കയറിന്ന് ഈ പമ്പില സ്റ്റേ ഐഡിയ കണ്ടെന്ന്. കട്ടിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത പമ്പാ. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും കയറി കാണാം. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. ഏതുമുണ്ട് പടയ്ക്കണം. നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. ഓക്കെ.